പാവപ്പെട്ട രോഗികളുടെ ജീവൻ ഉറപ്പാക്കാൻ മറ്റൊരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ വേട്ടയാടുകയാണ് ഹാരിസിനെ. ജോലി രാജിവെച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് ഡോക്ടർ ഹാരിസ് മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിനോട് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത്. ചാനൽ ക്യാമറകൾ ചോദ്യങ്ങളുമായി ചുറ്റും കൂടിയപ്പോൾ ഡോക്ടർ ഹാരിസ് ആകെ തകർന്ന തന്റെ മാനസികാവസ്ഥ ഭദ്രമാക്കി വെച്ചുകൊണ്ടാണ് സംസാരിച്ചത്. സർക്കാരിനെതിരെയുള്ള യുദ്ധമല്ല തന്റെ ലക്ഷ്യം, നേരെ മറിച്ച് രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിന്റെ ഭാഗമാണ്. തന്നെ കള്ളനാക്കരുത്, തന്നെ നിയമലംഘകനാക്കരുത്, തന്നെ ഓപ്പറേഷൻ മുടക്കിയാനാക്കരുത്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ റിപ്പോർട്ടിന്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടില്ല. അത് നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. എനിക്ക് അതിന്റെ കോപ്പി അതിന്റെ ഈ വിശദീകരണ കത്തിനകത്ത് അവർ തന്നിട്ടില്ല. അവരെന്താണ് എഴുതിയിരിക്കുന്നതെന്നും എനിക്കറിയില്ല. കാരണം അതിൽ വന്നിട്ടുള്ള എല്ലാ 4 പേരും എൻ്റെ സഹപ്രവർത്തകർ തന്നെയാണ്. എൻ്റെ കൂടെ പല പ്രാവശ്യം ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ദേവകുമാറും പത്മകുമാറും കോമതി മാഡവും രഞ്ജു സാറും ഒക്കെയാണ്. അപ്പോൾ അവരൊന്നും എന്നെപ്പറ്റി അങ്ങനെ മോശമായിട്ട് എഴുതുന്നില്ല. അവർക്കൊക്കെ വർഷങ്ങളായിട്ട് ഒരുപാട് വർഷങ്ങളൊക്കെ ഡോക്ടർ ഹാരിസിനെ നന്നായിട്ട് അറിയാവുന്നവരാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് പറയാൻ എനിക്ക് നാണക്കേടുണ്ട്. ഈ കത്തടിക്കാനുള്ള പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം. കാരണം അവിടെ ഒരു പ്രിൻ്റ് എടുക്കാനുള്ളൊരു പേപ്പർ പോലും നമുക്കവിടെ കിട്ടിയിട്ടില്ല. ഒന്നുകിൽ നമ്മളത് പൈസ കൊടുത്ത് ഞാൻ 500 പേപ്പർ വെച്ച് വാങ്ങിച്ച് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത്. അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ട് ഞാൻ ഒരു സെറ്റ് പേപ്പർ വാങ്ങിച്ചാണ് നമ്മുടെ ഈ പേപ്പർ തന്നെ അടിച്ചു കൊടുക്കുന്നത്. അത്രയും വലിയ ഗതികേടാണ്. രക്തസമിതിക്ക് അത് മനസ്സിലായോ എന്തോന്ന് അറിയില്ല. അതെന്തായാലും അത് എല്ലാവരും മനസ്സിലാക്കണം. അത് ഇതിനകത്ത് സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഇതിനകത്ത് വരേണ്ട കാര്യമില്ല. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അല്ല ഇതിൻ്റെ അകത്തൊക്കെ കാരണം. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു പൗരന്റെ ജീവിതത്തിനെ സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇത്രയും പറഞ്ഞ് മുഴുമിപ്പിക്കുന്നതിന് മുൻപ് ഡോക്ടർ ഹാരിസിന്റെ കണ്ടമിടറി, അദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞു. ചാനൽ ക്യാമറയിൽ പതിയാതിരിക്കാൻ അദ്ദേഹം തിരിഞ്ഞ് നെടുവീർപ്പിട്ടു. എന്നിട്ട് കണ്ണു തുറച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ സംസാരിക്കാമെന്ന്. ഞാൻ വൈകിട്ട് പറയാം. ഞാൻ പോട്ടെ.